ഹായ്, വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ബക്കറ്റ് ലിസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഒരു വലിയൊരു അഡ്വഞ്ചർ ജേർണി ആയിട്ട് ഒരു യാത്ര പോവുകയാണ്. അഡ്വഞ്ചർ ജേർണി ഒന്നുമല്ല, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു സ്ഥലത്ത് പോകും. ഇന്നുവരെ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ മിസ് ചെയ്യാതെ പോകുന്നുണ്ട്. സോ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ലൈവായിട്ട് പറയുന്നതായിരിക്കും. താങ്ക് യു. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 8 മണിയായിട്ടുണ്ട്. 8:30-ക്കാണ് ബസ്. വളരെയധികം എക്സൈറ്റഡാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. താങ്ക് യു. നമ്മളെവിടെ പോകുന്നു ശരണ്യ? വാങ്ങിട് സ്റ്റോവിൽ നമ്മള് സ്റ്റോവിൽ ഇറക്കിട്ടോളൂ. അല്ല റീൽസുകൾ മാത്രമേ ഉള്ളൂ അല്ലേ ശിവരേച്ച്? അമ്മ വരും. ഡ്രൈവർ സീറ്റിലിരുന്നാണ് സാഹസ്യമായി കേട്ടോ റജിന ഡ്രൈവിംഗ് പഠിച്ച ജിൻസി. അതാ വിശന്ന് വലഞ്ഞിരിക്കുന്നു ഫായ്സ് ടീച്ചർ. എല്ലാവരും കൊണ്ടു വാ ടീച്ചറെ. ടീച്ചർ ഡ്രൈവർ ഇറങ്ങാൻ നമ്മൾ ഇറങ്ങുന്നു. പൊന്മുടിയിൽ വന്നത് എക്സ്പ്ലോറേഷൻ. ഹായ് ടീച്ചർ, നമ്മൾ റജിനയുടെ പരാതി തീർക്കാനായിട്ട് നമ്മൾ അവസാനം പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ്. ലേഡീസ് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ, കുറച്ച് കുരങ്ങന്മാർ മാത്രമേ ഉള്ളൂ. എല്ലാവരെയും കളഞ്ഞു. ഇല്ല വീടും നാടും എല്ലാം കളഞ്ഞ് ഭർത്താക്കന്മാരെ റജിനയുടെ ഒരൊറ്റ വാക്കിൽ മാത്രം വീണ ടീച്ചർ ഒരു കൈ പോലും വിടാത്ത അവസാനം വരെ പിന്നുകൾ കയറിയ സമയത്ത് എന്താണ് സംഭവം? ബസ്സിൽ അങ്ങനെ യാത്ര എവിടത്തെ ചിപ്സാ? വെഞ്ഞാറമൂട് ചിപ്സാണ്. ആ വെഞ്ഞാറമൂട് ചിപ്സ്, വെഞ്ഞാറമൂട്. ഇതാരാ? ഇതെന്തോ ശിവരിച്ച കൂടെയൊക്കെ ചൂടി കവിതാക്കൾ ഇരിക്കുന്നത് പോലെ. അങ്ങനെ ആഗ്രഹം വേണ്ടായിരുന്നു ടീച്ചർ. എനിക്ക് കിട്ടിയില്ല ചിപ്സ്. എനിക്ക് വെഞ്ഞാറമൂട് ചിപ്സ് കിട്ടിയില്ല. അയ്യോ, എനിക്ക് വെഞ്ഞാറമൂട് ചിപ്സ് കിട്ടിയില്ല. ആന്റി എടുത്തോണ്ട് വരാം. അവിടെ പോവാല്ലോ ടീച്ചർ. വെഞ്ഞാറമൂട് സ്പെഷ്യലായിട്ട് കഴിക്കുന്നു. വെഞ്ഞാറമൂട് സ്പെഷ്യല് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സൗമ്യക്കും ദീപ്തിക്കും വേണ്ടി മാത്രം. അതെ, കണ്ടു കൊതിക്കണം. വേണം, വീട്ടിൽ ഇരുന്ന് സൂചിച്ചോ. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നടുവേദനയുള്ളവരൊക്കെ കണ്ടു സൂചിച്ചാൽ. എന്ത് നല്ല ക്ലൈമറ്റ് നോക്കി. കണ്ട ആകാശം കണ്ടില്ലേ? ആ ആകാശം കണ്ടില്ലേ? ചെറിയ കടയാണ്. ഭയങ്കര തണുപ്പ്. ഐഫോൺ ആരുടെ കയ്യിലുണ്ട്? റജിനയുടെ കയ്യിൽ ക്ലാരിറ്റി ഉണ്ട് കുറച്ചും കൂടി. It's a video. Hi. Thank you.
നമുക്ക് പൊന്മുടി പോയല്ലോ. ഇല്ല, ഞാൻ ശരിയാവില്ല പോകണില്ല. പക്ഷെ പ്ലീസ് ടീച്ചർ, എനിക്ക് വയ്യടാ, ചില ബുദ്ധിമുട്ടില്ല കൊണ്ട് പോകണം. പക്ഷെ ഞങ്ങളത് ബുദ്ധിമുട്ടൊക്കെ പരിഹരിച്ചു തരാം. നിങ്ങൾക്ക് അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്തതാണല്ലോ ബുദ്ധിമുട്ടുന്നത്, അവരൊരിക്കലും അറിയാൻ പറ്റും. ശരി ടീച്ചർ, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പോകാം കേട്ടോ. ടീച്ചറിന് എപ്പോഴാണോ സൗകര്യം വരുന്നത് അപ്പം പറയാം കേട്ടോ. ശനി നമുക്ക് പൊന്മുടി പോവാം. ഞാൻ പോയി. അപ്പം ഞങ്ങളോട് വരുന്നില്ലേ? പ്ലീസ് ശരണ്യ, നമ്മളൊന്നുമില്ലെങ്കിൽ ഒരേ സ്റ്റാഫ് റൂമിൽ ഒരേ ഹൃദയവുമായി കുറച്ച് നടന്നതല്ലേ. അതുകൊണ്ട് ശരണ്യ വരും. അയ്യോ ടീച്ചർ പൊന്മുടിയിലാണോ നിൽക്കുന്നത്? ടീച്ചർ പൊന്മുടിയാണോ ഇത്? അതെ ടീച്ചർ, നോക്കൂ ഗൈസ്, ഇത് പൊന്മുടിയാണ്. പൊന്മുടിയിലാണ് പായസ ടീച്ചർ നിൽക്കുന്നത്. കാണുന്നില്ലല്ലോ, കാറ്റാടി മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കാറ്റാടിയുള്ള പൊന്മുടിയാണ്. അയ്യോ ശരണ്യ ഇപ്പൊ വന്ന് പൊന്മുടിക്ക്. ഞാൻ പറഞ്ഞില്ലേ ശരണ്യ, എനിക്കൊന്ന് പായസ ടീച്ചറെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് റജിനയുടെ ഒരൊറ്റ കോളിലാണെന്ന്. റജിന എന്നോട് പിണങ്ങി. ആണോ ടീച്ചർ? ആണല്ലേ, ആ പറ്റിക്കുന്നെന്ന് പറഞ്ഞതാണ്. അതാണ്, അതായത് അത്താഴം ഇല്ല വിളിച്ചുണർത്തിയിട്ട് അത്താഴം ഇല്ലെന്ന് പറഞ്ഞതായിരുന്നു. അതാണ് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ലേഡീസ് ആൻഡ് കിഡ്സ് ഉള്ളി. ആകെ ഒരു മാന്തരിയം ഉണ്ടായിരുന്നുള്ളൂ. ചരണി എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? വണ്ടർഫുൾ ഫാന്റാസ്റ്റിക്. എങ്ങനെ ഉണ്ടായിരുന്നു ബിൻസി? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കേട്ടോ റജിന, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അടിപൊളി. പായസ ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സലന്റ്, ഫാബുലസ്. വാക്കുകളില്ലാതെ പായസ ടീച്ചർ വാക്കുകൾ കിട്ടാത്തതുകൊണ്ട് പായസ ടീച്ചർ ചാറ്റ് ജിപിയെ സമീപിച്ചിരിക്കുകയാണ്. വാക്കുകൾ കിട്ടിയാൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ശരണ്യ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ പിള്ളേരെ കുട്ടീസ് എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ എളുപ്പമുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. മന്നു മിന്നൊക്കെ പറ. ഹായ് ഗൈസ്, നമ്മളങ്ങനെ ലാസ്റ്റ് വൈൻഡ് അപ്പ് സെഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. യാത്ര കഴിഞ്ഞു.